പിന്നെന്തിനാ നമ്മൾ ഇന്റർവ്യൂ എടുക്കണം? നോണ കേൾക്കാനാണ് ഇന്റർവ്യൂ എടുക്കുന്നത്? പിന്നെ ഇതൊക്കെ സത്യമല്ലേ, ഒന്ന് പോയിണ തള്ളി മറിച്ച് എത്ര സാധനങ്ങൾ. സത്യസന്ധ ചോദ്യം ചെയ്യുന്നത് സത്യം കേട്ടോ. ഇനി അത് കേട്ടറിയാതെ ഞാൻ കള്ളം പറയാൻ അറിയത്തോലുമില്ല. കൂടെയുള്ള ആൾക്കാർ ഞാൻ കൊണ്ടുവന്ന ഗ്യാങ് ശരിയായില്ല. ഗാങ്സ്റ്റർ ആണ് മോൺസ്റ്റർ ആണെന്നൊക്കെ പറഞ്ഞ് വന്നതല്ലേ കുറ്റം ഓക്കെ. അതെ, ലവ് ആക്ഷൻ ഡ്രാമ സമയത്ത് ഇവരെല്ലാരും ഉണ്ടായിരുന്നല്ലോ. നയൻതാരയുടെ സൗന്ദര്യം ഏറ്റവും അധികം ആസ്വദിച്ചത് ഇതിൽ ആരാണ്? നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ വായി നോക്കിയോന്നൊക്കെ കൊളോക്കിലി പറയും. അതാരാണ്? ആരായിരിക്കും? അടുത്ത് നിന്ന് ആസ്വദിച്ചത് ഞാനാ. ആ, അത് ശരിയാ. കാരണം ഇവരെ അടുപ്പിക്കില്ലായിരുന്നു പ്രത്യേകിച്ച്. എന്നോട് ആദ്യം തന്നെ കഥ കേട്ടപ്പോ എന്നോട് പറഞ്ഞത് പ്രൊഡ്യൂസറിനൊന്നും എന്റെ ഫോൺ നമ്പർ കൊടുക്കണ്ടെന്ന് പറഞ്ഞു അല്ലേ. അത് നമ്മൾ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട്, പ്രൊഡ്യൂസറിന് എന്റെ നമ്പർ കൊടുക്കണ്ട. അപ്പൊ ഇവിടുന്ന് അറിഞ്ഞിട്ടുണ്ട് എന്തൊക്കെയോ. അല്ലെ, പുള്ളിക്കാരിക്ക് ഈ പറഞ്ഞ പോലെ ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് മതി ഒരു സിനിമ ചെയ്യുമ്പോൾ. എല്ലാ ഡേറ്റ് ഉൾപ്പെടെയാണെങ്കിലും റെമ്യൂണറേഷൻ ആണെങ്കിലും ക്യാരക്ടറിന്റെ ബാക്കി ക്രിയേറ്റീവ് സൈഡ് ആണെങ്കിലും ഡയറക്ടറോട് മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരെ അടുപ്പിച്ചിട്ടില്ല. പിന്നെ സെക്കൻഡ് സ്കെഡ്യൂളോ തേർഡ് സ്കെഡ്യൂളോ ഫിഫ്ത്ത് സ്കെഡ്യൂളോ ഒക്കെ ആയപ്പോ ഒരു കണ്ടുപരിചയൊക്കെ ആയല്ലോ, അടുത്തുനിന്ന് അഭിനയിക്കണ്ടല്ലോ. എവിടെയോ കണ്ട പോലെ അല്ല, അതുകൊണ്ട് അത് പരമാവധി മുതലാക്കി കുറെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടായിരുന്നു. പക്ഷേ അല്ല, ഞങ്ങള് അവസാനൊക്കെ ഇവനായിട്ട് വന്നാ ഇവിടെ. പക്ഷെ എന്താ ചേട്ടാ, ചേട്ടനെ കണ്ടപ്പോഴേ മനസ്സിലായോ? ലുക്കും മുടിയൊക്കെ ഭയങ്കര ഫ്രണ്ട്സാ. പടമെല്ലാം കഴിയുമ്പോ മുടി മുറിച്ചപ്പോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഫ്രണ്ട്സാ. പടമെല്ലാം എവിടെയോ ഒരു ഭയങ്കര ഫ്രണ്ട്സാ. ഒരു സിനിമ കഴിയുമ്പോ കൊള്ളാത്ത ഒരാളാണ്. അവിടെ വേറെന്തോ നടക്കുന്നു. ഞങ്ങളെ ഭയങ്കര ജെനുവിൻ ബോയ്സ് ആണെന്ന് അവർക്ക് തോന്നി. വെരി സീനിയർ പേഴ്സൺ. അതുകൊണ്ട് തന്നെ എന്നെ കൊണ്ട് നയൻതാരയും മനസ്സിലായോ? ആ ബന്ധമല്ല. അപ്പൊ മാഡം ഗുഡ് മോർണിംഗ്. അപ്പൊ അല്ലേ, ചത്താ മതി. കല്യാണം പോലും കഴിക്കാതെ ഞങ്ങളെല്ലാ ദിവസവും പോയിട്ട് അല്ലേ നമുക്കാർക്കും കല്യാണം പോലും കഴിക്കാത്ത ഒരു ബാച്ചിലർ ഇങ്ങനെ അപമാനിച്ച് കൊലക്ക് കൊടുക്കണമായിരുന്നു. ഞാൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ മാറിയൊക്കെ കല്യാണം കഴിക്കാത്ത ബാച്ചിലർ. പ്രകാശൻ പറക്കട്ടെ. സ്വന്തമായിട്ടാണ് പ്രകാശൻ പറക്കട്ടെ. നമ്മളെ മറന്നുപോലും എടുത്ത് പറയുന്നുണ്ട്. പറയുന്നുണ്ട് പ്രകാശം പറക്കട്ടെ. ഞാൻ എന്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യരുത് കേട്ടോ. ഞാൻ സിനിമ പ്രൊമോഷൻ എനിക്കറിയാം. അതിന്റെ കഥ എഴുതിയത് ധ്യാൻ മാത്രമാണ്